കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ പ്രക്ഷോഭമാണ്, പോലീസിനെതിരെയാണ്. അത് മുഖ്യമന്ത്രി ഗൺമാനെതിരെ കൂടിയാകുമ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി തന്നെ പ്രവർത്തകർ ഈ നിലയുറപ്പിക്കുന്നുണ്ടോ ആ രീതിയിലുള്ള മുദ്രാവാക്യം വിളി, പോലീസിനെ നേരിടൽ, സെക്രട്ടേറിയറ്റിലേക്കുള്ള മുദ്രാവാക്യങ്ങൾ, പ്ലക്കാർഡുകൾ, എന്തിയുള്ള പ്രതിഷേധം, അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ആദ്യ സമരം എന്ന നിലയിൽ ഘടിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസും സംസ്ഥാന ഭാരവാഹികളും പ്രവർത്തകരുമൊക്കെ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രാദേശികമായി പരിപാടികൾ നടന്നതല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതാദ്യമാണ്. ആ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശമായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. വീണ്ടും പോലീസുകാരുമായി വീണ്ടും പ്രകോപനമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തകരോട് എന്തോ സംസാരിച്ചു, പക്ഷേ ആ പോലീസുകാരനെതിരെ പ്രവർത്തകർ പാഞ്ഞെടുക്കുകയാണ്. ലാത്തി ചാർജിലേക്ക് കടന്നിരിക്കുന്നു. ലാത്തി ചാർജിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് ഷജീറിനടക്കം മർദ്ദനമേൽക്കുന്ന ആ കാഴ്ച പലയിടങ്ങളിലായി പ്രവർത്തകർ പോലീസിന് നേരെയും ആക്രമണം, പലയിടങ്ങളിലായി ചിതറിയോടിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയാണ്. ഷാഫി പറമ്പിൽ MLA അടക്കമുള്ളവർ ഈ ലാത്തി വീശുന്ന പ്രവർത്തകരെ. തലസ്ഥാനത്ത് തെരുവ് യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത മാർച്ചാണിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിക്കുന്നത്. സംയമനം പാലിച്ചു പോലീസ്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തകർ അത്യന്തം വീര്യത്തോടുകൂടി തന്നെ പോലീസിനെതിരെ തിരിയുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ചാടിക്കയറാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. പിന്നീടാണ് പോലീസ് ലാത്തി വീശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് തടിച്ചുകൂടിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അധികാരമേറ്റെടുത്ത ശേഷം പുതിയ കമ്മിറ്റി വന്നതിന് ശേഷമുള്ള ആദ്യ പ്രതിഷേധ മാർച്ചാണ്. അമൽ തുടരുന്നുണ്ട്. അമൽ, എന്താണ് ഇപ്പോൾ പുതിയ കാഴ്ചകൾ അവിടെ? വീണ്ടും ലാത്തി വീശിയ ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പരിക്കേറ്റ ഒരു പ്രവർത്തകൻ, അത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന് പോലീസിന് നേരെ വീണ്ടും കല്ലേറുണ്ടാകുന്നു. ലാത്തി ചാർജ് വീണ്ടും ഉണ്ടാകും എന്നുള്ളതാണ് നില. പോലീസുകാർക്ക് നേരെ വലിയ കമ്പുകളും മറ്റുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അടക്കം ലാത്തി ചാർജിൽ പരിക്കേറ്റ് വീഴുന്നത് കണ്ടിരുന്നു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. പോലീസിന്റെ വാഹനവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഷജീറിനെ ആക്രമിച്ച പോലീസുകാരെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വനിതാ പ്രവർത്തകരുമായി പോലീസിലോ തർക്കമുണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ ഇവിടെ വനിതാ പോലീസുകാരുമായി തർക്കത്തിലാണ്. ഇവിടെ മറ്റ് ആളുകൾ കൂടി അവിടേക്ക് എത്തുന്നു. അവർ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം പോലീസ് പ്രതിരോധിച്ചതാണ് ഈ തർക്കത്തിന് കാരണം. രണ്ടിടങ്ങളിലായി, ഒരിടത്ത് വനിതാ പ്രവർത്തകരുടെ പ്രതിഷേധം, മറുഭാഗത്ത് പോലീസ് വാഹനത്തിന് മുന്നിലായി യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അടക്കം നേതൃത്വത്തിൽ അവിടെയും പ്രതിഷേധം നടക്കുന്നു. വലിയ തോതിലുള്ള സംഘർഷം തലസ്ഥാനങ്ങളിൽ സമീപകാലത്ത് കാണാത്തത്ര വലിയ സംഘർഷം ഉണ്ടാവുകയാണ്. ഈ സമരഗേറ്റിന് മുൻവശത്തായി പോലീസിനെ ഇപ്പോഴും ഈ പ്രവർത്തകർക്ക് പരിക്കേറ്റ ചില ആളുകൾക്ക് പരിക്കേറ്റ് കിടന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ഷജീറാലൻ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ഏതോ പരിക്കേറ്റ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനടക്കം ലാത്തി ചാർജിൽ പരിക്കേറ്റു എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. ഈ പോലീസ് വാഹനത്തിന് തൊട്ടുമുന്നിൽ രാഹുലിനെ പരിക്കേറ്റിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ബാക്കി പോലീസ് വാഹനത്തിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാവുക. കൊണ്ടുപോകാനായി ഇവിടെ ചില പ്രവർത്തകരെ വാഹനത്തിന് ഉള്ളിലേക്ക് കയറ്റിയിരുത്തിയിട്ടുണ്ട്. വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സംഘർഷം നടക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പോലീസ് വാഹനത്തിന് നേരെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു. ഈ പ്രവർത്തകരെ കൊണ്ടുപോകാനായി വന്ന പോലീസ് വാഹനത്തിന്റെ സമീപത്തു നിന്നും പോലീസുകാർക്ക് പിന്തിരിയേണ്ടി വന്നു. ഇപ്പോൾ എന്തായാലും ഏറ്റവും മുൻവശത്തായി സമരഗേറ്റിന് തൊട്ട് മുന്നിലായി വീണ്ടും പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവരാണ് പോലീസുമായി ഇപ്പോൾ അവിടെ ഉന്തും തള്ളിലും ഏർപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഒരു വട്ടം ലാത്തി വീശി 4 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ഒരു വിധത്തിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറിയ പ്രവർത്തകരുണ്ട്. അവരെ അടക്കം പുറത്തേക്കിറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിചേട്ടാ, വീണ്ടും ഇത് പോലീസുകാർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്
നമ്മള് പോലീസുകാർക്ക് അടക്കം പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ പോലീസുകാരനെയാണ് SI ആണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ പോലീസിന് നേരെ നല്ല രീതിയിൽ ആക്രമണം ഉണ്ടായോ? പോലീസ് ആദ്യഘട്ടങ്ങളിലും വലിയ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. കാരണം സാധാരണ സമരങ്ങളിലൊക്കെ തുടക്കത്തിൽ തന്നെ പോലീസിൽ ആത്തി വീശുന്ന ഒരു കാഴ്ച, ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനത്തൊക്കെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത്രമേൽ ഒരു സംയമനം പാലിച്ചുകൊണ്ടുള്ള ഒരു പോലീസിനെയാണോ കാണാൻ കഴിയുന്നത്? ഒരു അക്രമം, രോഷം, പ്രകോപനം കൂടുതലായി സൃഷ്ടിക്കുമ്പോഴാണ് പോലീസിന്റെ ഇടപെടൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. അമൽ, SI നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലെ SI ദിൽജിത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ദിൽജിത്തിന്റെ മുഖത്ത് ചോരയുണ്ട്. അകത്ത് ചില പ്രവർത്തകർ ഈ പോലീസ് വാഹനത്തിലുണ്ട്. ആ പ്രവർത്തകരുമായി പോകാനുള്ള പോലീസ് വാഹനത്തിന്റെ ശ്രമം പ്രവർത്തകർ തടയുകയാണ്. വാഹനത്തിനുള്ളിൽ കയറി പ്രവർത്തകരെ തിരിച്ചിറക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം കാണുന്നു. പോലീസുകാർ വാഹനത്തിനകത്തുണ്ട്. രാഹുൽ അടക്കം ഇറങ്ങി ഈ പ്രവർത്തകരെ വാഹനത്തിനകത്തേക്ക് കയറിയ പ്രവർത്തകരെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വാഹനം മുന്നിൽ നിന്ന് പോലീസ് തടഞ്ഞിരിക്കുന്നു. രാഹുൽ അടക്കമുള്ളവർ എത്തി ഈ വാഹനത്തിലുള്ള ആളുകളെ പുറത്തിറക്കാനുള്ള ശ്രമമാണ്. മറ്റു സൈഡിലും പോലീസ് വാഹനത്തിന്റെ ചില്ല പോലീസ് ഈ പ്രവർത്തകർ തകർത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ സൈഡിലെ ചില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തല്ലി തകർത്തിട്ടുണ്ട്. ആ വാഹനം ഇവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ.